അപ്പോ ഇന്ന് ഞാൻ ഒരുമാതിരി കുളിക്കാത്തയും നനയ്ക്കാത്തയും കോലത്തിലിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ശരിക്കും ഞാൻ കുളിച്ചിട്ടില്ല. വിചാരിച്ചു ഇന്ന് കുറച്ച് ഫേസ് മാസ്കും ഹെയർ മാസ്കും ഒക്കെ ഇട്ട് ഭയങ്കര സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്യാന്ന്. അപ്പൊ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ദീപിക പതുക്കോന്റെ പോസ്റ്റില് ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ ടാൻ റിമൂവലിന്റെ പാക്ക് കമന്റ് ചെയ്തത് കണ്ടത്. അത് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. എന്തായാലും ഫേസ് മാസ്ക് ഇടുന്നതല്ലേ, അപ്പൊ അതിന്റെ കൂടെ ഒരു ഹെയർ മാസ്കും കൂടി ഇടാന്ന് വിചാരിച്ചു. ഞാൻ കുറേ നാളായി ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്ത്. ഇപ്പൊ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഹെയർ മാസ്ക് ഉണ്ടല്ലോ, അത് ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്യുന്നല്ലാതെ DIY ഹെയർ മാസ്ക് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ നാളായി. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കോഫി കേർഡ് ഹെയർ മാസ്ക്. അത് ഭയങ്കര നല്ലതാണ്, നറിഷ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടി ചെയ്യാന്ന്. അപ്പൊ അതും കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കാം. ഹെയർ മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് തൈര്, കോഫി, പിന്നെ വേണ്ടത് ഓയിലാണ്. അത് നമ്മൾ ഏതാണോ തലയിൽ തേക്കുന്നത് അത്. ആദ്യം നമുക്ക് ഹെയർ ഓയിൽ ചെയ്യാം. ഹെയർ ഓയിൽ ചെയ്തിട്ട് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാം, അതായിരിക്കും നല്ലത്. കാരണം എന്റെ ഭയങ്കര ഫ്രിസി ഹെയർ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ഇപ്പൊ ഹെയർ മാസ്ക് ഒക്കെ ഇടുന്നതിന് മുന്നേ എന്റെ മുടി ഇരിക്കുന്നത്. ഓയിൽ ചെയ്തിട്ട് വരാട്ടോ മുടി. മൊത്തത്തിൽ ഞാൻ മുടിമേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. ശരിക്കും കളർ ചെയ്ത മുടിയിൽ അങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ്. ബട്ട് സ്റ്റിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കാം. ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് തൈര്. ആൻഡ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിക്കുക. എൻ്റെ ഹെയർ കുറച്ച് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് അത്യാവശ്യം തൈര് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് കോഫി പൗഡർ ആണ്. ഇവിടെ എടുക്കുന്നത് ബ്രൂവിന്റെ കോഫി പൗഡർ ആണ്. അതങ്ങോട്ട് ഒരു 3 ടീസ്പൂൺ മതി. ഇത് കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു 6 സ്പൂണിന്റെ അടുത്ത് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഏതെണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ സെയിം എണ്ണ തന്നെ നമുക്ക് ഇതിലിട്ട് ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോ ഇവിടെ അമ്മ വീട്ടിൽ കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി. ഈ എണ്ണയാണ് പൊതുവെ ഞാൻ യൂസ് ചെയ്യാറ്. ഇത് വീട്ടിൽ തന്നെ കാച്ചുന്ന എണ്ണയാണ്. അത് കഴിഞ്ഞ് ഇത് നമ്മൾ ചുമ്മാ അത്രേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞു ഗായ്സ്. ഇത് മിക്സ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി ലാസ്റ്റ് വന്നിട്ടുണ്ട്. സിമ്പിൾ. തലയിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഓരോ സെക്ഷൻ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മാസ്ക് ഹെയറിലും അപ്ലൈ ചെയ്യാറുണ്ട്, സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാറുണ്ട്. തൈരുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു സുഖമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അധികം നേരമൊന്നും വച്ചിരിക്കാൻ പറ്റില്ല. എനിക്ക് തലനീരിറങ്ങും. തൈരൊക്കെ തണുപ്പല്ലേ. അങ്ങനെ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വെച്ചിരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ അധികം നേരം വെച്ചിരിക്കാറില്ല. ഞാനിപ്പോ തേക്കും, അത് കഴിഞ്ഞ് ഫേസ് മാസ്ക് ഇടും, അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ പോയി കഴുകും, അല്ലെങ്കിൽ എനിക്ക് വരും. ഇതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സമയം വയ്ക്കാം. ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഷൈനി ആയിട്ട് തോന്നും. അത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റേ ഹെയർ ക്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതൊരു 10 മിനിറ്റ് ഞാൻ വെക്കും. ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു ഫേസ് പാക്കും കൂടി ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞ ദീപിക പതുക്കോന്റെ മറ്റേ പോസ്റ്റിന്റെ കീഴെ വന്ന ഭയങ്കര വൈറൽ ഫേസ് മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്തു. ഇതിൽ പറയുന്നത് ബേസ് എന്ന് വെച്ചാൽ കടലമാവ്, പിന്നെ മറ്റേ ചുമപ്പ പരിപ്പ്, തൈര് ആൻഡ് അലോവേര ജെൽ. ചുമപ്പ പരിപ്പ് കുതിർത്തി അരച്ചാണ്. അതിപ്പോ ഇനി ഇതിലോട്ട് തൈര് നമ്മൾ കുറച്ചിട്ടു, ഒരു 1 സ്പൂണൊക്കെ മതി. മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. തൈരിന്ന് പരിപ്പ് അരച്ച് ചേർത്തത് കൊണ്ട് ഇതിന് ഭയങ്കര ലംസ് പോലത്തെ സാധനം ഉണ്ടാവും. അത് ബാത്റൂമിലൊക്കെ പോയാൽ പിന്നെ അത് അവിടെയൊക്കെ അല്ലെങ്കിൽ വാഷ് ബേസിനിലൊക്കെ ആയിട്ട് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ്.
ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ മാത്രമല്ല, എവിടെയൊക്കെ ടാൻ ഉണ്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാന്നാണ് തോന്നുന്നത്. കാരണം ആ പോസ്റ്റിന്റെ അടിയിൽ ടാൻ റിമൂവലിന് റെമഡി ആയിട്ടാണ് ആ ഇൻഫ്ലുവൻസർ അത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കഴുത്തിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കയ്യുമേയും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് ഒരു 10-20 മിനിറ്റ് ഒന്ന് ഭയങ്കര ഡ്രൈ ആവണ്ട അതുവരെ വെക്കാം. ലൈറ്റ് പോയതുകൊണ്ട് നമ്മൾ ട്യൂബിന്റെ അടിയിൽ നിന്നിട്ടാണ് ഇത് കാണിക്കുന്നത്. ബാക്കി നാളെ രാവിലെ ഞാൻ വെളിച്ചത്തിൽ കറക്റ്റ് കാണിച്ചു തരാവേ. ഹെയർ മാസ്ക് ഇട്ടിട്ട് ഏകദേശം ഈ ഒരു ടെക്സ്ചർ ആണ്. ഇതിന് മുന്നേ മുടി ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ കുറച്ചൊരു എന്താ പറയാ സിൽക്കി ടെക്സ്ചർ ആയിട്ട് മാറിയിട്ടുണ്ട്. വേറെ ഇപ്പൊ എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഇപ്പൊ നനവുള്ളത് കൊണ്ട് അധികം മനസ്സിലാവൂല. നാളെ നമുക്ക് നോക്കാം രാവിലെ എന്തായി മുടിന്റെ അവസ്ഥ എന്ന്. ഇതാണ് ഇപ്പൊ മുടിന്റെ ജസ്റ്റ് കുളി കഴിഞ്ഞ പാടുള്ള അവസ്ഥ. ഓക്കെ, ആൻഡ് ഫേസ് മാസ്ക് ഇതാണ് അവസ്ഥ. എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാവുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നറിഷ്മെന്റ് കുറച്ച് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് ടാൻ അങ്ങനെ പോയിന്ന്. പിന്നെ എന്റെ മുഖത്ത് അധികം അങ്ങോട്ട് ടാൻ ഇല്ല, ഡാർക്ക് സർക്കിൾസ് ആ ഉള്ളത്. അപ്പൊ വലിയ ഇതുണ്ടാവില്ല. ഇത് എന്തായാലും ഞാൻ നാളെ രാവിലെയും കൂടി കാണിച്ചു തരാവേ. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നമ്മളെല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോഴേക്കും രാത്രിയായി. അപ്പൊ കറക്റ്റ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് പിറ്റേ ദിവസം ഫേസ് പാക്കും ഹെയർ പാക്കും അപ്ലൈ ചെയ്തിട്ട് രാവിലെയാണ്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ വലിയ നല്ലൊരു ഡ്രൈനെസ് ഒന്നുമില്ല. കുറച്ച് മോയ്സ്ചറൈസേഷൻ ഉണ്ട്. ടാനൊക്കെ പോയെന്ന് തോന്നുന്നു. ഞാൻ കൈമയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ മുഖത്ത് അധികം ടാൻ ഇല്ലാത്തത് കൊണ്ട് കാര്യമായിട്ട് അറിയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് മുടി ഇരിക്കുന്നത്? മുടി നല്ല ഫ്രിസി ഹെയർ ആയിരുന്നു. ഇപ്പൊ നല്ല നറിഷ് ആയിട്ടുണ്ട്. നല്ല ഫ്രിസി ഹെയർ ആയിരുന്നു, നറിഷ് ആയിട്ടുണ്ട്. ഹെയർ പാക്ക് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഫേസ് പാക്കും നല്ലത് തന്നെയാണ്. പക്ഷെ എന്റെ മുഖത്ത് അധികം ടാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഫേസ് പാക്കും ഹെയർ പാക്കും തംസ് അപ്പ് തന്നെയാണ്. അപ്പൊ ശരി, താങ്ക് യു, ബൈ.